ത്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ, പരിശുദ്ധ വലിയ നോമ്പിലൂടെ നാം യാത്ര ചെയ്യുമ്പോൾ ഏകദേശം അതിൻ്റെ മധ്യഭാഗത്ത് എത്തിയിരിക്കുകയാകുന്നുവല്ലോ. നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനും നമ്മെ തന്നെ ഒന്നുകൂടെ പുനർനവീകരിക്കുവാനും ദൈവസന്നിധിയിൽ നമ്മുടേതായിരിക്കുന്ന വ്യക്തിത്വത്തെ അളക്കുവാനും നമ്മുടെ വികൃതമായിരിക്കുന്ന സ്വഭാവത്തെ വീണ്ടും വിശുദ്ധീകരിക്കുവാനുമായിട്ട് ഈ ദിനങ്ങൾ നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായിട്ട് നമുക്ക് നൽകിയിരിക്കുന്ന വേദഭാഗം പരിശുദ്ധനായ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 21 മുതൽ 31 വരെയുള്ള വേദഭാഗം ആകുന്നു. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കനാന്യക്കാരിയായിരിക്കുന്ന ഒരു സ്ത്രീ വന്ന് തങ്ങളുടെ മകളെ പറ്റി അപേക്ഷിക്കുന്ന ഒരു ഭാഗമാകുന്നു. കർത്താവിൻ്റെ പരിശുശ്രൂഷ വേളയിൽ വളരെ സൗമ്യനായിരിക്കുന്ന കർത്താവിനെ സമീപിച്ച ആരെയും വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുകയും അവരോട് പെരുമാറുകയും ചെയ്യുന്ന കർത്താവിൻ്റെ സ്വഭാവത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരിക്കുന്ന ഒരു സ്വഭാവമാകുന്നു കർത്താവ് ഇവിടെ നമുക്ക് പ്രദർശിപ്പിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നത്. ആ സ്ത്രീ വന്ന് കരഞ്ഞുകൊണ്ട് തൻ്റെ സന്നദ്ധയിൽ മുട്ടുകുത്തി, കർത്താവെ, എൻ്റെ മകളെ കഠിനമായിരിക്കുന്ന ഭൂതോദരതയും ബാധിച്ചിരിക്കുന്നു എന്ന് പ്രാർത്ഥിക്കുന്നു. അവളെ സുഖപ്പെടുത്തുവാനായിട്ട് യാചിക്കുകയും ചെയ്യുന്നു. കർത്താവാകട്ടെ ഒരക്ഷരം പോലും മിണ്ടാതെ മുന്നോട്ട് നടന്നു പോകുന്നതായിട്ടാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. വീണ്ടും ആ സ്ത്രീ പുറകാലെ വരുന്നത് കണ്ടിട്ട് കർത്താവിൻ്റെ ശിഷ്യന്മാർ വന്നിട്ട് ഈ സ്ത്രീയെ പറഞ്ഞ് മടക്കി അയക്കണമേ എന്ന് അപേക്ഷിക്കുമ്പോഴും കർത്താവ് വീണ്ടും ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, ഇസ്രായേൽ ജനത്തിലെ ഗൃഹത്തിലെ കാണാതെ പോയ ആളുകളുടെ അടുത്തേക്ക് മാത്രമാകുന്നു എന്നെ അയച്ചിരിക്കുന്നതെന്ന്. അവിടെയും ഒരു വളരെ പരോക്ഷമായിരിക്കുന്ന ഒരു സ്വഭാവം ആകുന്നു കർത്താവ് പ്രദർശിപ്പിക്കുന്നത്. വീണ്ടും ആ സ്ത്രീ വന്ന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഹൃദയഭേദകമായിരിക്കുന്ന ഒരു ഭാഗമാകുന്നുവല്ലോ. കർത്താവ് വീണ്ടും ആ സ്ത്രീയോട് പറയുന്നുണ്ട്, കുഞ്ഞുങ്ങൾക്ക് നൽകേണ്ടതായിരിക്കുന്ന അപ്പം നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് വിഹിതമല്ല എന്ന്. അത്രമാത്രം ദൈവസന്നിധിയിൽ നിന്നും കർത്താവിൽ നിന്നും നിന്നെയും പരിഹാസവും ഒക്കെയും സ്വീകരിച്ചിട്ടു ആ സ്ത്രീ ദൈവസന്നിധിയിൽ തന്നെ തുടരുന്നതായിരിക്കുന്ന ഏറെ മാതൃകാപരമായിരിക്കുന്ന ഒരു ഭാഗമാകുന്നു നാം വായിച്ചു കേട്ടത്. പ്രിയമുള്ളവരെ, ഇന്നത്തെ നമ്മുടേതായിരിക്കുന്ന ഇഹലോക ജീവിതത്തിൽ നമ്മുടേതായിരിക്കുന്ന അഭിമാനവും നമ്മുടേതായിരിക്കുന്ന അഹംഭാവവും ഒക്കെയും ഇന്ന് ആകാശമുട്ടെ നിൽക്കുമ്പോൾ ദൈവസന്നിധിയിൽ താഴുവാനും ദൈവസന്നിധിയിൽ സ്വയം സമർപ്പിക്കുവാനുമൊക്കെ നമുക്ക് കഴിയുമോ എന്ന് നാം തന്നെ നമ്മോട് തന്നെ ചോദിക്കേണ്ടതായിരിക്കുന്ന ഒരു സാഹചര്യം. മനുഷ്യൻ നമ്മളോട് ഒന്ന് മുഷിഞ്ഞ് പെരുമാറിയാൽ, നമ്മളെ പറ്റി ഒന്ന് ഇടഞ്ഞ് സംസാരിച്ചാൽ എത്രമാത്രമാകുന്നു നമ്മുടെയൊക്കെയും അഹംഭാവം നമ്മുടേതായിരിക്കുകയും ഈഗോ ഹേർട്ടാവുന്നത് എന്നതിനെപ്പറ്റി നാം തന്നെ ഒന്ന് ചിന്തിക്കേണ്ടത് ഏറെ ആവശ്യമായിരിക്കുന്ന ഒരു ഘട്ടമാകുന്നു. ദൈവസന്നിധിയിൽ താഴ്മയോടെ സ്വയം സമർപ്പിച്ച് കർത്താവിൽ അനുഗ്രഹം പ്രാപിക്കുവാനായി ദൈവത്തിൽ ശരണപ്പെടുന്ന ഒരു ശ്രേഷ്ഠയായിരിക്കുന്ന ഒരു സ്ത്രീയുടേതായിരിക്കുന്ന വിശ്വാസത്തെയാണ് നാം കാണുന്നത്. യഹൂദമതത്തിൽ പെടാത്തവളായിരുന്നിട്ടും കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് യാചിച്ചപ്പോൾ അവളുടെ ശ്രേഷ്ഠമായിരിക്കുന്ന വിശ്വാസം കണ്ട് കർത്താവ് അവളിൽ പ്രീതിപ്പെടുകയാണ് ചെയ്യുന്നത്. അവളുടെ ആ ഉത്തരം എളിമയോടും താഴ്മയോടും കർത്താവ് പറഞ്ഞത് ഉപമയാക്കിയത് ഒരു നായ്ക്കുട്ടിയോട് സദൃശമാകുന്നുവെങ്കിലും അത് സ്വീകരിച്ചുകൊണ്ട്, അതേ കർത്താവെ, നായ്ക്കുട്ടികളും യജമാനന്റെ മേശയിൽ നിന്നും വീഴുന്ന മുറുക്കുകൾ കൊണ്ടാണല്ലോ ജീവിക്കുന്നത് എന്ന് ഏറ്റുപറഞ്ഞ ആ സ്ത്രീയുടേതായിരിക്കുന്ന വിശ്വാസം കണ്ട് കർത്താവ് അവളുടേതായിരിക്കുന്ന ആഗ്രഹം, അവളുടെ അപേക്ഷ നടത്തി കൊടുക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. നമ്മെ തന്നെ ദൈവസന്നിധിയിൽ താഴ്മയോട് സമർപ്പിക്കാം. നമ്മുടേതായിരിക്കുന്ന ഈ ജീവിതത്തിലെ നമ്മുടേതായിരിക്കുന്ന ഭാരങ്ങൾ, പ്രയാസങ്ങൾ പലപ്പോഴും ദൈവസന്നിധിയിൽ നമ്മൾ ഇറക്കി വെക്കുമ്പോഴും ദൈവസന്നിധിയിൽ താഴുവാനും ദൈവസന്നിധിയിൽ സ്വയം സമർപ്പിക്കുവാനും നമുക്ക് കഴിയാത്തതിൻ്റെ പേരിൽ ദൈവത്തിൻ്റെ നിന്നും
അനുഗ്രഹങ്ങൾ നമ്മളിൽ നിന്ന് വിലക്കപ്പെടുന്നു എന്നുള്ളത് നാം പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക. ഈ പതിനോമ്പിൻ്റെ അടുത്തിരിക്കുന്ന ഈ സമയത്ത് വീണ്ടും നമ്മെ തന്നെ ഗൗരവത്തോടുകൂടി ഈ നോമ്പിലേക്ക് തന്നെ പ്രയാണം ചെയ്യുവാനും ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് നമ്മുടേതായിരിക്കുന്ന ക്രിസ്തീയ ദൗത്യം ഇഹലോകത്തിൽ പൂർത്തീകരിക്കുവാനുമായിട്ട് കർത്താവിൻ്റെ പരിശുദ്ധ റൂഹ എന്നെയും നിങ്ങളെയും നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.